കൗതുകകരമായ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. പാലക്കാട് ഒരു ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം കുത്തിത്തുറന്നു. പാലക്കാട് ഈ ഭണ്ഡാരം കുത്തിത്തുറന്നത് ആരാണ് എന്നല്ലേ? BJP സ്ഥാനാർത്ഥിയായിരുന്ന ഒരാൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നെന്മാറ പഞ്ചായത്തിലെ 17-ാം വാർഡ് BJP സ്ഥാനാർത്ഥിയായിരുന്ന പ്രഭാവതിയെ പോലീസ് പിടികൂടി. കണിമംഗലം പുഴയ്ക്കൽ തറ മാരിയമ്മൻ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയതിനാണ് ഇവരെ നെന്മാറ പോലീസ് പിടികൂടിയത്. BJP സ്ഥാനാർത്ഥി ഒരു ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം കുത്തിത്തുറന്നു. പാലക്കാട് നെന്മാറയിലെ ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തിയത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നെന്മാറയിൽ നിന്നുള്ള 17-ാം വാർഡിൽ നിന്ന് മത്സരിച്ച പ്രഭാവതിയാണ്. BJP സ്ഥാനാർത്ഥിയായിരുന്ന പ്രഭാവതി. ആ പ്രഭാവതിയാണ് ഭണ്ഡാരം കുത്തിത്തുറന്ന് ദൈവത്തിനുള്ളത്, ദൈവത്തിൻ്റെ സ്വത്ത് അടിച്ചു മാറ്റി നക്കിയത്. പോലീസ് പിടിച്ചിട്ടുണ്ട്. പിടിച്ചത് നന്നായി. എന്തായാലും ഇനി ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ പ്രഭാവതിക്ക് മറ്റെന്തെങ്കിലും പേരുണ്ടോ? അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കൊല്ലത്ത് നിന്ന് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ആ വ്യക്തി? ഈ പറയുന്ന സെക്സ് റാക്കറ്റ്, ഈ മോഡലിങ്ങിൻ്റെ പേരിൽ നിന്ന് കേരളത്തിൽ നിന്ന് യുവതികളെ വിദേശത്തെത്തിച്ച് അവിടെ പെൺവാണിഭം നടത്തിയ ഒരു വ്യക്തി. ആ വ്യക്തിയുടെ പേര് ഞാൻ തോന്നുന്നു സുബ്രഹ്മണ്യൻ എന്നോ ശ്രീകുമാർ എന്നോ അങ്ങനെ എന്തോ ആണ്. ഈ സുബ്രഹ്മണ്യനോ ശ്രീകുമാറോ എന്തോ ആണ് യഥാർത്ഥ പേര്. പക്ഷേ അയാളെ വിളിക്കുന്നത് ബിലാലി എന്നാണത്രേ. അപ്പോൾ ഈ ശ്രീകുമാറിന് എവിടുന്ന് ബിലാലി എന്ന് പേര് കിട്ടി? ഇതുപോലെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ, ആളുടെ യഥാർത്ഥ പേര് സുബ്രഹ്മണ്യൻ എന്നോ ശ്രീകുമാർ എന്നോ വാർത്തകളൊക്കെ വലിയ ചർച്ചയായതാ. അപ്പോൾ അയാൾക്ക് ബിലാൽ എന്ന പേര് കിട്ടിയതുപോലെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ പ്രഭാവതിക്ക് വേറെന്തെങ്കിലും പേരുണ്ടോ? സുബൈദാന്ന്, സുഹറാന്ന്, അല്ലെങ്കിൽ ഫാത്തിമാന്ന്, അങ്ങനെ എന്തെങ്കിലും പേരുണ്ടോ എന്നുള്ളത് ഞാനിങ്ങനെ അന്വേഷിക്കുകയായിരുന്നു. കാരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കേരളത്തിലായതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ രാജ്യത്ത് എന്തൊക്കെ നടന്നാലും എല്ലാത്തിലും തീട്ടത്തിൽ പോലും മതം ചികയുന്ന സംഘപരിവാറുകാർ ഇപ്പോൾ ഇവരുടെ സ്ഥാനാർത്ഥി, അതും നിങ്ങളൊന്ന് ആലോചിക്കണം, ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരാണ് കുത്തി തുറന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ, എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ അല്ലേ? ഇപ്പോൾ ശശികലയെ പോലെയുള്ള വിഷസർപ്പങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? കേരളത്തിലെ സർക്കാരുകൾ, ഏത് സർക്കാരുകൾ ദേവസ്വത്തിലേക്ക് വരുന്ന ഈ കാണിക്കകളും മറ്റുള്ളതുമൊക്കെ മറ്റുള്ള ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ആ പണം എടുത്തിട്ട് മദ്രസകളിലെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുകയാണ് അല്ലേ? മദ്രസയിലെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുകയാണ്. അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? എന്നാൽ മദ്രസയിലെ ഉസ്താദുമാർക്ക് കേരളത്തിൽ ഏതെങ്കിലും മദ്രസയിലെ ഏതെങ്കിലും ഒരു ഉസ്താദിന്, ഒരു അധ്യാപകന് ഏതെങ്കിലും സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ വസ്തുതകൾ അല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന പരിപാടി സംഘപരിവാറിന് വ്യാജങ്ങളും പച്ച നുണകളും രാജ്യദ്രോഹങ്ങളുമാണ് ഇവരുടെ ഏറ്റവും പ്രധാനം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണത്? ഹൈന്ദവ ദ്രോഹം. ഹൈന്ദവരെ ദ്രോഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് സംഘപരിവാറാണ്. ഹൈന്ദവരെന്ന് പറയുമ്പോൾ ഈ RSSന്റെ ഹിന്ദുത്വമല്ല. RSSന്റെ ഹിന്ദുത്വയിൽ ഉൾപ്പെടുന്നവർ രാജ്യത്തെ ഈ സവർണരാണെന്ന് ജനിക്കുമ്പോൾ ആരെങ്കിലും സവർണനും അവർണനായിട്ട് ജനിക്കുന്നുണ്ടോ? ഇല്ല. ഈ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടാക്കുന്ന ഈ സവർണനുണ്ടല്ലോ, ആ സവർണൻ മാത്രമെയാണ് ഈ പറയുന്ന രാജ്യത്തെ ഹിന്ദുത്വ RSSന്റെ ഹിന്ദുത്വയിൽ പെടുന്നത്. അല്ലാത്തവരൊന്നും ഹിന്ദുത്വയിൽ പെടൂല. അപ്പോൾ ബാക്കിയുള്ള സാധാരണക്കാരായ ഹിന്ദുക്കൾ ഉണ്ടല്ലോ, യഥാർത്ഥ ഹിന്ദുക്കൾ, ആ ഹിന്ദുക്കളെ ദ്രോഹിക്കുക എന്നുള്ളതാണ് ഇവരുടെ മാക്സിമം പരിപാടി. മനസ്സിലായില്ലേ? ഇപ്പോൾ BJPയുടെ 17-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 8 നിലയിൽ പൊട്ടി. ആ പൊട്ടിയ സ്ഥാനാർത്ഥി ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാര കുത്തി തുറന്ന്. എന്തായാലും ആളെ പിടിച്ചത് നന്നായി. ആളെ പെട്ടെന്ന് തന്നെ പിടിച്ചത് എന്തായാലും നന്നായി. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ആളെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ എന്താവുമായിരുന്ന അവസ്ഥ? ആളെ കിട്ടിയില്ലെങ്കിൽ പറയും അത് സുഹറയാണ്, ഫാത്തിമയാണ്, സുബൈദയാണ്, അല്ലെങ്കിൽ ആളെ കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സ്ത്രീയാണെന്ന് പോലും മനസ്സിലാവില്ല.
ഇനിയിപ്പോൾ വല്ല CCTV-യിൽ സ്ത്രീകളുടെ എന്തെങ്കിലും ഒരു രൂപസാദൃശ്യമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, വ്യക്തമാകാത്ത എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയും. ഇനി അതല്ല വല്ല അബോക്കറോ ഖാദറോ ഒക്കെ ആണ് എന്ന്, മുഹമ്മദോ ഒക്കെ ആണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കും. ഏതുപോലെ ശ്രീകുമാർ കൊല്ലത്ത് സെക്സ് റാക്കറ്റ് നടത്തിയതിന് പിടിയിലായ ശ്രീകുമാർ ബിലാലായതുപോലെ, ഞാനിപ്പോൾ ജനം TV-യുടെ ഇത് നോക്കിയിട്ടില്ല, അപ്പോൾ നോക്കിയാൽ മനസ്സിലാക്കും. പ്രഭാവതി ആണോ അല്ലെങ്കിൽ എനിക്ക് സംശയമുണ്ട്, പ്രഭാവതി ആവൂല അത്, മനസ്സിലായില്ലേ? അത് വല്ല ഫാത്തിമയും സുഹറയും സുബൈദൊക്കെ ആയിരിക്കും. ജനം TV-യിൽ നോക്കിയാൽ നമുക്ക് യഥാർത്ഥ വാർത്ത നമുക്ക് കണ്ടെത്താൻ കഴിയും, അല്ലേ? ഇവരുടെ ഏർപ്പാടെന്താ? സംഘ് പരിവാറിൻ്റെ ഏർപ്പാടെന്താ? രാജ്യത്തുടനീളമുള്ള ഏർപ്പാടെന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ക്യാമറക്ക് മുന്നിൽ ഒരു വർത്താനം, ക്യാമറക്ക് പിന്നിൽ പോയാലോ നേരെ എതിരായിട്ടുള്ള വർത്താനം. ക്യാമറക്ക് മുന്നിൽ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ക്യാമറക്ക് മുന്നിൽ പശു ഗോമാതാവാണ്, പശുവിനെ തൊടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ ക്യാമറക്ക് പിന്നിലോ, ക്യാമറക്ക് പിന്നിൽ പശുവിനെ അറുത്ത് പീസാക്കി പാക്കറ്റാക്കി ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ച് കയറ്റി അയക്കുന്ന കമ്പനികളിൽ നിന്ന് കോടികൾ സംഭാവന വാങ്ങുക. അതിനൊരു കുഴപ്പമില്ല. പിന്നെയോ, പിന്നെ ഈ BJP-യും സംഘ് പരിവാറും RSS-ഉം ഒക്കെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാ? ഇത് ഹിന്ദു രാഷ്ട്രമാക്കാൻ, ഹിന്ദുക്കൾ മാത്രമുള്ള ഒരു രാജ്യമാക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം അതിന് പ്രവർത്തിക്കുമ്പോൾ തന്നെ എന്താക്കും? പശുവിനെ അറുത്ത് കിട്ടുന്ന കാശിൽ ഷെയർ വാങ്ങുന്ന ആൾക്കാർ ഇപ്പുറത്ത് അമ്പലത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് അത് നക്കും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് അവസ്ഥ. ഇപ്പം പറയുന്നത് നെന്മാറയിലെ മദ്രസ അധ്യാപകന് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തോറ്റ വാർഡ് മെമ്പർ BJP-യുടെ തോറ്റ വാർഡ് മെമ്പർ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചത് എന്നാണ് ജനം TV പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പോൾ നമ്മൾ വലിയൊരു കാര്യമാക്കേണ്ട കാര്യമൊന്നുമല്ല. സംഭവം ഇത്തരത്തിൽ പലപ്പോഴായിട്ട് നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇത്ര കാര്യമായി പറയുന്നത് എന്താ? ഒരു തീട്ടം കണ്ടാൽ അതിലിങ്ങനെ വിരലിട്ട് തോണ്ടി നോക്കിയിട്ട് അതിൽ മതം ചെയ്യുന്ന ആളുകൾ, ശ്രീകുമാറിനെ ബിലാലാക്കുന്ന ആളുകൾ, അല്ലേ? അപ്പോൾ ശ്രീകുമാറിനെ ബിലാലാക്കുന്നതുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു അജണ്ടയുണ്ടല്ലോ. ആ അജണ്ടകൾക്ക് പിന്നാലെ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരുടെ കൂട്ടത്തിൽ പെടുന്ന ആളുകൾ തന്നെയാണ് ക്ഷേത്രത്തിലെ ഭണ്ഡാരം. അതും പ്രത്യേകം ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാപനത്തിൽ കയറിയിട്ട് അടിച്ചു മാറ്റിയതാണെങ്കിൽ ആ രീതിയിൽ വിടാം. ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. പറഞ്ഞുകൊണ്ടിരുന്നത് ദേവസ്വം ബോർഡുകളിലേക്ക് വരുന്ന, അമ്പലങ്ങളിലേക്ക് വരുന്ന പണങ്ങളൊക്കെ ദേവസ്വം ബോർഡ് വഴി എടുത്തിട്ട് മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശശികലയെ പോലെയുള്ള വിഷസർപ്പങ്ങൾ, വർഗീയവാദികൾ, ആ വർഗീയവാദികൾ അങ്ങനെ പറഞ്ഞ് നടന്നിടത്ത് അവരുടെ കൂട്ടത്തിൽ പെടുന്ന ഒരാൾ ഒന്നാമത്തെ കാര്യം ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരമാണ് കുത്തി തുറന്നിരിക്കുന്നത്. 2, തുറന്ന വ്യക്തി BJP-ക്കാരിയാണ്, BJP-യുടെ സ്ഥാനാർത്ഥിയായിരുന്നു. എപ്പോൾ? വർഷങ്ങൾക്ക് മുമ്പല്ല, ഈ 2025 ഡിസംബറിൽ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 5 മാസം കഴിഞ്ഞിട്ടുള്ള 5 മാസമായിട്ടുള്ളൂ BJP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച്. എനിക്ക് തോന്നുന്നത് ഇപ്പം ജനം TV പറയും പോലെ ഈ പറയുന്ന നെന്മാറയിലെ മദ്രസാധ്യാപകന് ശമ്പളം കൊടുക്കാനൊന്നും ആയിരിക്കില്ല. മറിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിനല്ലോ, കുറേ പൈസ ചിലവായിട്ടുണ്ടാവും. ചിലപ്പോൾ വിജയിക്കുമെന്ന് കരുതിയിട്ട് കടങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. കടം വീടണമല്ലോ. സംഭവം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 5 മാസമായി, പലരും ചോദിച്ച് വരുന്നുണ്ട്, അന്വേഷിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കടം വീടണം. എന്താ ഇപ്പോൾ വഴി? നോക്കുമ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന അമ്പല, അവിടെ ആളുകൾ നന്നായിട്ട് പൈസ വരുന്ന അമ്പലമാണ്, ആളുകൾ നന്നായിട്ട് കാണിക്കയൊക്കെ സമർപ്പിക്കുന്ന അമ്പലമാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഉണ്ടാകും. നമ്മൾ താൽക്കാലികമായിട്ടുള്ള ടൈറ്റ് മാറാൻ അമ്പലത്തിലെ ഭണ്ഡാരത്തിൽ സാധനമുണ്ട്. ഇപ്പം തൽക്കാലം നമുക്ക് എന്താക്കാം, അതെടുത്ത് തിരിക്കാം എന്ന് കരുതിയതാണ് സംഭവം. എന്താണെങ്കിലും പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾ വലിയ അവതാളത്തിലായേനെ. പിടിക്കപ്പെട്ട് തരാം. ഇപ്പം ചിലപ്പോൾ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ അപ്പോൾ ഇതും പറയും, മുസ്ലിം ലീഗുകാർ അധികാരത്തിലിരിക്കുകയാണ്, അപ്പോൾ അവരെന്താക്കി, സ്വാധീനം ഉപയോഗിച്ച് പ്രതിയെ രക്ഷപ്പെടുത്തി എന്ന് വേണമെങ്കിൽ അതും പറയും.
അല്ലെങ്കിൽ UDF ആണ് അധികാരത്തിലിരിക്കുന്നത്, അതുകൊണ്ട് ജിഹാദികളാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് സ്വാധീനം ഉപയോഗിച്ച് അമ്പലത്തിൽ നിന്ന് ഭണ്ഡാരത്തിലെ പണം മോഷ്ടിച്ച ജിഹാദിയെ രക്ഷപ്പെടുത്തി ഒക്കെ പറയും. എന്ത് വേണമെങ്കിലും പറയും. അതിനൊക്കെ റെഡിയാണ്. പറയുന്നതിനൊരു കുറവുമില്ല. നാവിന് എല്ലില്ലാത്തത് കൊണ്ട് എന്തും പറയാൻ റെഡിയാ. പക്ഷേ മുകളിലിരിക്കുന്ന ആൾ നമ്മളെ രക്ഷിച്ച് അല്ലേ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പോൾ പ്രഭാവതി തന്നെയാണോ എന്നുള്ളത് സംശയമുണ്ട്. ചിലപ്പോൾ പർവീന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി മാറാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുന്നത് ജനൻ TV ആയിരിക്കും. ജനൻ TV ബ്രേക്ക് ചെയ്യും. ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? സംഘ് പരിവാറുകാരൻ്റെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവർക്ക് ഒന്നിനോടും ആത്മാർത്ഥതയില്ല. ഇപ്പം നരേന്ദ്രമോദി പറയുന്നത് എന്താ? ഞാൻ ഫെമിനിസ്റ്റാ. എന്നാൽ സ്ത്രീകളോട് ആത്മാർത്ഥത ഉണ്ടോ? അതുണ്ടായിരുന്നെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭാര്യ കൂടെ ഉണ്ടാകുമായിരുന്നല്ലോ. ആ ഭാര്യയെ ചവിട്ടി പുറത്താക്കിയിട്ടാണ് പറയുന്നത് ഞാൻ ഫെമിനിസ്റ്റാ. പിന്നെ പറയുന്നത് എന്താ? പശു ഗോമാതാവാ. എന്നാൽ ഈ പശുവിനോട് എന്തെങ്കിലും സ്നേഹമുണ്ടോ? ഇല്ല. പശുവിനെ അറുത്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ദുട്ട് നന്നായിട്ട് വാങ്ങും. പിന്നെ പറയുന്നത് എന്താ? ഹൈന്ദവ രാഷ്ട്രമാണ്, ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദുക്കൾ മാത്രം മതി, അല്ലാത്തവർക്ക് ഇവിടെ നിന്ന് പോകാം അല്ലേ? തൊട്ടാലും പിടിച്ചാലും അപ്പം പറയുന്നത് എന്താ? മുസ്ലിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ എല്ലാവരും പോയിക്കോ. രാജ്യത്ത് മുസ്ലിം രാജ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അങ്ങോട്ട് പോയിക്കോ. ഇതൊക്കെ ഇവറ്റകളാരാ? ഇവരുടെയൊക്കെ തന്തയുടെ വകയാണോ ഈ രാജ്യം എന്ന് പറയുന്നത്? ഈ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഇവറ്റകളുടെ ഒന്നും തന്തയുടെ വകയല്ല. എന്നാലും ഇടക്കിടക്ക് ഇത് പറഞ്ഞുകൊടുക്കും. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഹിന്ദുവിനെ തന്നെ ചൂഷണം ചെയ്യാണ്. ദൈവത്തിന് വരുന്ന കാണിക്ക പോലും അടിച്ചു മാറ്റുകയാണ്. അപ്പം അവിടെ ഈ ഒരു കാര്യത്തിലും ആത്മാർത്ഥത ഇല്ലെന്നേ. എന്തെങ്കിലും ഒന്നിൽ വേണ്ടേ? ഒന്നിലുമില്ല. സ്ത്രീകളുടെ കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടോ? അതില്ല. പശുവിൻ്റെ കാര്യത്തിലുണ്ടോ? അതില്ല. എന്നാൽ ദൈവങ്ങളുടെ കാര്യത്തിലുണ്ടോ? അതുമില്ല. ഒന്നിനോട് ആത്മാർത്ഥതയില്ല. പണം കിട്ടിയാൽ എന്തിനും റെഡിയാകും. പണമാണ് മുഖ്യം. പണത്തിന് വേണ്ടി പിന്നെ അങ്ങനെയാണല്ലോ, കോർപ്പറേറ്റുകളുടെ പിൻബലത്തിലല്ലേ നരേന്ദ്രമോദി സർക്കാർ തന്നെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി നൽകുന്നത്. ഇപ്പോൾ ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കോർപ്പറേറ്റുകളുടെ പിൻബലത്തിലാണ് ചെയ്യുന്നത്. അപ്പം ആത്മാർത്ഥത ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റൂല. പക്ഷേ ആത്മാർത്ഥത എന്തിനോടാ? പണത്തിനോട് മാത്രം. ദൈവങ്ങളോടില്ല, പശുവിനോടില്ല, അമ്മയോടില്ല, ഭാര്യയോടില്ല, സ്ത്രീകളോടില്ല, ആരോടുമില്ല. ആത്മാർത്ഥത പണത്തിനോട് മാത്രമാണ്. അത് തന്നെയാണ് ഇവരിതൊക്കെ ചെയ്യുന്നത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താണെങ്കിലും പിടിയിലായത് പ്രഭാവതിയാണ്. ഇനി ഞാനിങ്ങനെ നോക്കുന്നത്, ഇനിയിപ്പോൾ അടുത്തൊരു വാർത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു അപ്ഡേഷൻ വരും. പ്രഭാവതി എന്ന സുബൈദ, ഏത് ശ്രീകുമാർ ബിലാൽ ആയതുപോലെ പ്രഭാവതി എന്ന സുബൈദ അല്ലെങ്കിൽ പ്രഭാവതി എന്ന ഫാത്തിമ എന്നൊക്കെ ചിലപ്പോൾ വരും. എന്തായാലും ഫോട്ടോയിൽ കുറിയൊക്കെ തൊട്ടിട്ടാണ് നിൽക്കുന്നത്. ഇനി ചിലപ്പോൾ തലയിൽ തട്ടമിട്ട് ഹിജാബൊക്കെ ഇട്ട് നിൽക്കുന്ന ഫോട്ടോയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ആ അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കുകയാണ്.